Hi friends, welcome to D Indian Cuisines. നമ്മുടെ ഇന്നത്തെ റെസിപ്പിയാണ് ചിക്കൻ കോക്കനട്ട് ഫ്രൈ. അപ്പോൾ ഈ റെസിപ്പി അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നമുക്കപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് നീളത്തിൽ അരിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ ഒരു 8 അല്ലി വലിയ വെളുത്തുള്ളിയും 2 ഇഞ്ച് ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്ന തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 4 ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ളതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 പാൽ എടുക്കുക, ഇതേ അളവിൽ തന്നെ. പിന്നെ 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില നമുക്ക് ഇച്ചിരി കൂടുതൽ വേണം ഈ റെസിപ്പിക്ക്. കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 20 കുഞ്ഞുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തേക്കാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ നമുക്കിനി സ്പൈസസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എണ്ണയും. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എണ്ണ ഒരല്പം കൂടുതൽ ഒഴിക്കുകയാണ്, കാരണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ വറുത്ത് കോരി എടുക്കാനുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി, നമുക്കങ്ങ് കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കണ്ട. അപ്പോൾ ഇത് കോരി മാറ്റി എടുത്ത് വയ്ക്കുക. നമുക്കിനി എണ്ണയിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെ നമുക്കിത് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് അത്യാവശ്യം ഒരു ബ്രൗൺ നിറമായി വരണം. അപ്പോൾ ഈ ഒരു പരുവം മതി. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അങ്ങ് ഭയങ്കരമായിട്ട് കരിക്കണ്ട, കാരണം നമ്മളിത് വീണ്ടും ഫ്രൈ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു പരുവം മതി. ഈ ഒരു പരുവത്തിൽ കോരി മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ ഈ നേരത്തെ വറുത്ത് കോരി വെച്ച സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുക. ഇനി സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചേക്കുന്ന തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതുവരെ ചെയ്ത പ്രോസസ്സ് വേണമെങ്കിൽ തലേദിവസം രാത്രി വേണമെങ്കിലും ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു 1/2 മണിക്കൂർ വെച്ചാലും മതിയാവും. അപ്പോൾ ഞാനിതിപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമുക്കിതിനി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത എണ്ണ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, കാരണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ വറുത്ത് കോരിയതുകൊണ്ട് ഈ എണ്ണയിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുള്ളിയും കൂടെ ആഡ് ചെയ്യുക. കുഞ്ഞുള്ളി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ കുഞ്ഞുള്ളി വന്നിട്ട് ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നാൽ മതി, അങ്ങ് ഭയങ്കരമായിട്ട് വഴറ്റണ്ട. അപ്പോൾ ഈ ഒരു പരുവായാൽ മതി. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചിക്കനും ഒക്കെ ഒരു 10 മിനിറ്റിൽ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പം നോൺ സ്റ്റിക്ക് പാൻ അല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ താഴെ പിടിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്യാണ്. തേങ്ങാക്കൊത്ത് നേരത്തെ കൂട്ടി വറുത്ത് വെക്കണം എന്നില്ല, ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ചിക്കൻ്റെ കൂടെ എണ്ണയിൽ കിടന്ന് അതും ഒന്ന് മുരിഞ്ഞ് കിട്ടും നമുക്ക്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇനി ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് അത്യാവശ്യം ഒരു 2 വലിയ പിടി തേങ്ങയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം, കാരണം തേങ്ങ ഒത്തിരിയും പ്രിഫർ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തേങ്ങ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക, കാരണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ റെസിപ്പിക്ക്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് നോക്കുക, കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴാണ് ഉപ്പിട്ടത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക.
നമുക്കിനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക. ആ തേങ്ങയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ. തേങ്ങ വന്നിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മുരിച്ചെടുക്കണം എന്നില്ല, ഒന്ന് പകുതി ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കോക്കനട്ട് ഫ്രൈ റെഡിയാണ്. അപ്പോൾ നമുക്കിതിനി പ്ലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇത് പൊറോട്ടയുടെ കൂടെയും ഇവൻ ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്കിത് കഴിക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ റെഗുലർ അപ്ഡേറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.